എടോ ഇന്ന് സമ്മതിക്കണടോ. ഇനി എത്ര കാലായടോ ആരോരും ഇല്ലാതെ ഒറ്റക്ക് വലിയൊരു വീട്ടിൽ താമസിക്കുന്നു. സമ്മതിക്കണില്ല. എടോ ഞാൻ വേറെ എന്ത് ചെയ്യാനാടോ? വൃദ്ധസദനത്തിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാ. അത് മക്കൾക്കും ഭാര്യക്കൊന്നും ഇഷ്ടാവൂല. ആകെ ഉണ്ടായിരുന്ന ഭാര്യന മക്കളെല്ലാം കൂടി അമേരിക്കയെ കൊണ്ടുപോയി. ഞാൻ വേറെ എന്താക്കാനാ? അല്ല, ഞാൻ എന്നോട് പല പ്രാവശ്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എൻ്റെ മക്കളെന്താ അച്ഛനെ കൊണ്ടുപോകാണ്ട് അമ്മേനെ മാത്രം കൊണ്ടുപോയേ? അച്ഛൻ ആർക്ക് വേണോടോ? അച്ഛന് ചോറും കറിയും വെക്കാൻ അറിയാവാ, തുണി കഴുകാൻ അറിയാവാ, മക്കളെ ചന്തി കഴുകി കൊടുക്കാൻ അറിയാവാ. അച്ഛൻ ആർക്കും വേണ്ടടോ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ഒരു നിലയിലെത്തിച്ച് നോക്കുമ്പോൾ പലർക്കും അച്ഛനും അമ്മേനും വേണ്ടല്ലേ? അച്ഛനെ വേണ്ടാണ്ടുള്ളൂ, അമ്മേനെ വേണ്ട നിന്നോട് ആരാ പറഞ്ഞേ? അന്ന് അമേരിക്കയിലൊക്കെ വീട്ടുപണിക്കാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അഥവാ കിട്ടിയാൽ തന്നെ നല്ല ഡോളർ കൊടുക്കേണ്ടി വരും. അമ്മേനെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുപണിയെല്ലാം എടുക്കുകയും ചെയ്യും, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും. പാവം ദേവകി. ഒരു കണക്കിന് നോക്കുമ്പോൾ നീ തന്നെയാടോ ഭാഗ്യവാന്. എന്താടോ? എൻ്റെ മോന് കൂലിപ്പണിയാണെങ്കിലോ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ ഓൻ്റെ സഞ്ചിയിൽ വീട്ടു സാധനങ്ങളും അതിൻ്റെ കൂടെ എനിക്ക് വേണ്ട മരുന്നും കോയമ്പേലും കാണുമ്പോൾ സത്യം പറയാലോ എനിക്ക് എന്നോട് അസൂയാടോ, അസൂയ. ഞാനിങ്ങനെ അവിടെ ആലോചിക്കടോ, നീ എങ്ങനെ ആയാ മതിയേനു. എന്നിട്ട് വേണം ഞാൻ നീയാവാൻ. ഹലോ ഒന്ന് പോടോ. അങ്ങനെ ഭാസ്കര പോടോ, പോടോ ഭാസ്കര, ഒന്ന് പോടോ. ഭാസ്കര, ഭാസ്കര.